ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സോഡയാണ് ഫൽജാർ സോഡ. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് തയ്യാറാക്കുമ്പോഴുള്ള പ്രത്യേക ഭംഗി തന്നെയാണ് എല്ലാവരിലും ഇത് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണവും. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 2 ഗ്ലാസ് ആണ്. ഒന്ന് ഇതുപോലത്തെ വലിയ ഒരു ജ്യൂസ് ഗ്ലാസ് വേണം. പിന്നെ ചെറിയൊരു കുഞ്ഞു ഗ്ലാസ് വേണം. ആ വലിയ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ഗ്ലാസ് കൊള്ളുന്ന രീതിയിലായിരിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ 2-3 കഷ്ണം ഇഞ്ചി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കണം. ഒരു പിടി പുതിനയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുതിനയിലേക്ക് എടുക്കുമ്പോൾ എപ്പോഴും നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ, അത് മറക്കരുത്. പിന്നെ ഞാനൊരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. കൂടുതൽ പച്ചമുളക് എരിവ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം, നാരങ്ങാനീര്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മിക്സിയുടെ ജാറ് മൂടി വെച്ചിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അത്യാവശ്യം സ്മൂത്ത് ആവുന്ന രീതിയിൽ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് കുഞ്ഞു ഗ്ലാസ്സിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സബ്ജ സീഡ്സ് ആണ്. അത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം. ഞാൻ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ. ഇതൊരു 2 ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫൽജാർ സോഡ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ഇനി വേണ്ടത് സോഡയാണ്. നിങ്ങളുടെ അടുത്ത് ഏത് സോഡയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഒരു ഗ്ലാസ്സിൽ നമുക്ക് നിറച്ചും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ടും സോഡ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഗ്ലാസ് ഇതിലേക്ക് പതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലവണ്ണം നുരച്ചിട്ട് ഗ്ലാസ് കവിഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകും. ആ ഒരു ഭംഗി കൊണ്ടാണ് ആൾക്കാർക്ക് ഇത് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം. നല്ല വെറൈറ്റി ആയൊരു സോഡ തന്നെയാണിത്. ഇത് ഞാൻ മുകളിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ആ പ്ലേറ്റ് ഇട്ടത് വീണ്ടും അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ നമ്മുടെ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ റിവേഴ്സ് ആയിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.